ക്ലാസ്സിൽ നമ്മൾ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളറിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് നോക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് ഓഫ് 8051 സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആയ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് കുറച്ച് നോക്കിയിരുന്നു. മൂവ്, പുഷും പോപ്പും അല്ലേ. നെക്സ്റ്റ് നമുക്ക് റിമൈനിങ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസും കൂടെ നോക്കാം. സോ മൂവ് സോഴ്സ് കോമ ഡെസ്റ്റിനേഷൻ, പുഷ് സോഴ്സ്, പോപ്പ് ഡെസ്റ്റിനേഷൻ, ഇത് മൂന്നും എന്താണ്? ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ സ്പെസിഫിക് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. അതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ എന്താണ്? ഡെസ്റ്റിനേഷൻ അക്യുമുലേറ്റർ ആയിരിക്കും. സോ അക്യുമുലേറ്റർ സ്പെസിഫിക് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. അഥവാ ഒരു ഓപ്പറൻ്റ് എന്തായിരിക്കും? അക്യുമുലേറ്റർ ആയിരിക്കും. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പം അക്യുമുലേറ്റർ സ്പെസിഫിക് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് XCH ആൻഡ് XCHD. XCH എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്ചേഞ്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ XCH A, രജിസ്റ്റർ R0. അപ്പോൾ എന്താ ചെയ്യുന്നത്? R0 എന്നുള്ള രജിസ്റ്ററിലെ കണ്ടൻറ്റും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും കൂടെ പരസ്പരം എന്ത് ചെയ്യും? ഇൻ്റർചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് XCH. ദെൻ നെക്സ്റ്റ് ഈസ് എക്സ്ചേഞ്ച് ഡിജിറ്റ്. ദാറ്റ് ഈസ് XCHD. എക്സ്ചേഞ്ച് D ഫോർ ഡിജിറ്റ് ആണ്. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്: XCHD A, @R0. @R0 എന്താണ് മീൻ ചെയ്യുന്നത്? അഡ്രസ് ഓഫ് റാം ഇൻ R0. അപ്പം റാമിൽ ഏത് ലൊക്കേഷനാണെന്നുള്ള അഡ്രസ്സ് R0യിലുണ്ട്. ആ കണ്ടൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ആ കണ്ടൻറ്റിൻ്റെ ലോവർ നിബിളും അക്യുമുലേറ്ററിലെ കണ്ടൻറ്റിൻ്റെ ലോവർ നിബിളും കൂടെ എന്ത് ചെയ്യുക? എക്സ്ചേഞ്ച് ചെയ്യുക. അപ്പർ നിബിൾ എന്ത് ചെയ്യത്തില്ല? അപ്പർ നിബിളിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ്? എക്സ്ചേഞ്ച് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ നിബിൾസ് തമ്മിൽ, ആ രജിസ്റ്റേഴ്സിലെ ലോവർ നിബിൾസ് തമ്മിൽ എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പം ഇവിടെ അക്യുമുലേറ്റർ ആണ് ഒരു രജിസ്റ്റർ. അതുകൊണ്ടാണ് അക്യുമുലേറ്റർ സ്പെസിഫിക് ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് XCHഉം XCHDയും, എക്സ്ചേഞ്ചും എക്സ്ചേഞ്ച് ഡിജിറ്റും. അപ്പർ നിബിളിന് ചേഞ്ച് ഉണ്ടാവില്ല XCHDക്ക്. നെക്സ്റ്റ് ഇസ് എക്സ്റ്റേണൽ മെമ്മറി ഡേറ്റ മൂവ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് തന്നെ അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് എക്സ്റ്റേണൽ മെമ്മറി ഡേറ്റ മൂവ് ഇൻസ്ട്രക്ഷൻ. അതായത് മെമ്മറിക്ക് പുറത്തേക്ക് നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആക്കാൻ, എക്സ്റ്റേണൽ മെമ്മറിക്ക് ആയിട്ട് ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് മൂവ് എക്സും മൂവ് സി. അപ്പം മൂവ് എക്സ് എന്ന് പറഞ്ഞാൽ മൂവ് എക്സ്റ്റേണൽ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം മൂവ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പെർഫോംസ് എ ബൈറ്റ് മൂവ് ബിറ്റ്വീൻ എ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി ആൻഡ് ദി അക്യുമുലേറ്റർ. അപ്പം എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറിയും അക്യുമുലേറ്ററും തമ്മിൽ ഒരു മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്? മൂവ് എക്സ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ. The external address can be specified by the data pointer or R0 to R7 register. ആ എക്സ്റ്റേണൽ അഡ്രസ്സ് എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. എയ്തർ ഇൻ ദി ഡേറ്റ പോയിൻ്റർ രജിസ്റ്റർ ഓർ ഇൻ ദി രജിസ്റ്റേഴ്സ് ഫ്രം R0 to R7 ഇൻ ഈച്ച് ബാങ്ക്സ് അല്ലേ. ഓരോ ബാങ്കിലുള്ള R0 to R7 രജിസ്റ്റേഴ്സിൽ അത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. മൂവ് എക്സ് A, @RN. അപ്പോൾ RN എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. അപ്പം RN എന്നുള്ള രജിസ്റ്ററിൽ ആ അഡ്രസ്സ്, എക്സ്റ്റേണൽ മെമ്മറിയിലുള്ള അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിൽ നിന്ന് അക്യുമുലേറ്ററിലേക്ക് ഡേറ്റ എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എക്സ്റ്റേണൽ ആണെന്ന് കാണിക്കാനാണ് എക്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റാമിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറിയുടെ അഡ്രസ്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് മൂവ് കോഡ് ബൈറ്റ്. മൂവ് കോഡ് ബൈറ്റ് ആണ് മൂവ് സി. മൂവ് സി ഈസ് മൂവ് കോഡ് ബൈറ്റ്. അപ്പോൾ മൂവ് കോഡ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും ഒരു അഡ്രസ്സിലുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യുക? മൂവ് കോഡ് ഇൻ ടു അക്യുമുലേറ്റർ. അതിന് കറസ്പോണ്ടിങ് കോഡ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക? അക്യുമുലേറ്ററിലേക്ക് മൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ മൂവ് കോഡ് A, @A+DPTR എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് പ്ലസ് DPTR രജിസ്റ്ററിലെ കണ്ടൻറ്റ് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന ആ പോയിൻ്റ്, അതെന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ അഡ്രസ്സ് ആയിരിക്കും. ആ അഡ്രസ്സിലെ കണ്ടൻറ്റ് എടുത്തിട്ട് അക്യുമുലേറ്ററിലേക്ക് എന്ത് ചെയ്യുക?
മൂവ് ചെയ്യിക്കുക. അതാണ് മൂവ് കോഡ് ഇൻ ടു അക്യുമുലേറ്റർ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് കോഡാണ് ഇവിടെ മൂവ് ചെയ്യുന്നത്. അതാണ് മൂവ് കോഡ് ബൈറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ഡേറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ആഡ് ഓർ ആഡ് സി. ആഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് ആ നമ്പേഴ്സ് നമുക്ക് രജിസ്റ്റർ വഴി ആ കണ്ടൻറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ അക്യുമുലേറ്ററിൽ ആ വാല്യൂസ് കൊടുക്കാം അല്ലേ. ആഡ്, ദെൻ ആഡ് വിത്ത് ക്യാരി അല്ലേ. ADC മീൻസ് ആഡ് വിത്ത് ക്യാരി. അപ്പോൾ ആഡിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ആഡ് ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ്. സോഴ്സിലുള്ള കണ്ടൻറ്റും ഡെസ്റ്റിനേഷനിലെ കണ്ടൻറ്റും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ ആവാം, രജിസ്റ്ററും ആവാം. ഓക്കെ, സോഴ്സ് എന്ന് പറഞ്ഞാലും അതുപോലെ അക്യുമുലേറ്ററും ആവാം, രജിസ്റ്ററും ആവാം. ദെൻ INC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രിമെൻറ്റ് സോഴ്സ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഏതിലെ വാല്യൂ ആണ് ഇൻക്രിമെൻ്റ് ആവേണ്ടത്? ഇൻക്രിമെൻറ്റ് A. INC A എന്ന് കൊടുത്താൽ അക്യുമുലേറ്ററിലെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആവും അല്ലേ. INC രജിസ്റ്റർ എന്ന് കൊടുത്താൽ ആ രജിസ്റ്ററിലെ വാല്യൂ 1 ഇൻക്രിമെൻ്റ് ആവും. ദെൻ സബ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ട്രാക്ഷൻ ആണ് കാണിക്കുന്നത് അല്ലേ. സബ്ട്രാക്ഷൻ വിത്ത് ബോറോ. സബ് ബി എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ വിത്ത് ബോറോ. അപ്പോൾ എന്താണ് സബ് ബി? നമ്മൾ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സബ് ബി ഡെസ്റ്റിനേഷൻ കോമ സോഴ്സ്. അപ്പോൾ അത് ഇപ്പോൾ സബ് A, R3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അക്യുമുലേറ്ററിലെ കണ്ടൻറ്റും രജിസ്റ്ററിലെ കണ്ടൻറ്റും കൂടെ മൈനസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ക്യാരിയും കൂടെ എന്ത് ചെയ്യും? സബ്ട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് സബ് ബി. ദെൻ ഡിക്രിമെൻറ്റ് അല്ലേ. ഡിക്രിമെൻറ്റ് എന്താണ്? ഇൻക്രിമെൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഡെസ്റ്റിനേഷൻ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഡിക്രിമെൻറ്റ് ഡെസ്റ്റിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻറ്റ് 1 ഡിക്രിമെൻ്റ് ആവും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 നമ്പേഴ്സ് തമ്മിൽ അല്ലെങ്കിൽ 2 വാല്യൂസ് തമ്മിൽ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. മൾ എ ബി എന്നാണ് കൊടുക്കുന്നത് അല്ലേ. മൾ എ ബി എന്ന് കൊടുത്താൽ എന്താണ് അതിൻ്റെ മീനിങ്? ലോവർ A ഇൻറ്റു B ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പം മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മൾ കൂടുതലും എന്താണ് അക്യുമുലേറ്റർ രജിസ്റ്ററും A ആൻഡ് B രജിസ്റ്റേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം മൾ എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലോവർ ബൈറ്റ് ആ പ്രോഡക്റ്റിൻ്റെ ലോവർ ബൈറ്റ് എയിലും സ്റ്റോർ ചെയ്യും, അപ്പർ ബൈറ്റ് ബിയിലും സ്റ്റോർ ചെയ്യും. സോ മൾ എ ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൾ എ ബി. ഇങ്ങനെയാണ് ഫോർമാറ്റ്. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലോവർ ബൈറ്റ് എയിലും സ്റ്റോർ ചെയ്യും, അപ്പർ ബൈറ്റ് ബിയിലും സ്റ്റോർ ചെയ്യും. സോ ദിസ് ഇസ് മൾ ഓപ്പറേഷൻ. ദെൻ നെക്സ്റ്റ് ഈസ് മൾ ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് ഈസ് ഡിവിഷൻ. അതിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഡിവ് എ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവ് എ ബി. അപ്പോൾ എന്താണ്? എയും ബിയും കൂടെ ഡിവിഷൻ പോസിബിൾ ആക്കിയിട്ട് കോഷ്യൻ്റ് നമ്മൾ എയിലും സ്റ്റോർ ചെയ്യും, റിമൈൻഡർ നമ്മൾ ബിയിലും സ്റ്റോർ ചെയ്യും. അപ്പോൾ അതാണ് ഡിവ് എ ബി എന്നുള്ള ഓപ്പറേഷൻ. കോഷ്യൻ്റ് എയിലും സ്റ്റോർ ചെയ്യും, റിമൈൻഡർ ബിയിലും സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള 8051 അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാവുന്നത് ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ് വൺ ആണ് ANL. ANL എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻഡിങ് ഓപ്പറേഷനാണ്. ലോജിക്കൽ ആൻഡ് ആണ് അല്ലേ. അപ്പോൾ AN ലോജിക്കൽ ആൻഡ്, ANL അല്ലേ. അപ്പോൾ ANL നമ്മൾ എന്താ ചെയ്യുക? ഇപ്പോൾ 2 വാല്യൂസ് വേണം ആൻഡ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പോൾ ഒന്ന് നമുക്ക് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യാം. ദെൻ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡേറ്റ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ആൻഡിങ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം. അപ്പം ബിറ്റ് വൈസ് ആയിട്ട് ഓരോ വാല്യൂസ് എടുത്തിട്ട് ആൻഡ് ചെയ്തിട്ട് അക്യുമുലേറ്ററിൽ അല്ലെങ്കിൽ എവിടെയാണ് അഡ്രസ്സ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് അവിടെ നമുക്ക് ആ വാല്യൂസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ അപ്പോൾ ലോജിക്ക് ആൻഡ് ആണ് ANL. അപ്പോൾ ലോജിക്കൽ ഓർ ആണെന്ത്? ORL. അതുപോലെ ലോജിക്കൽ XOR ആണ് XRL. നെക്സ്റ്റ് വൺ ഈസ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് ഓപ്പറേഷനാണ് കോംപ്ലിമെൻറ്റ് CPL. അത് നമുക്ക് ഒരു ഡെസ്റ്റിനേഷൻ മാത്രം കൊടുത്താൽ മതി അല്ലേ. CPL A എന്ന് പറഞ്ഞാൽ എയിലെ വാല്യൂസ് ഓട്ടോമാറ്റിക്കായിട്ട് കോംപ്ലിമെൻ്റ് ആവും. ക്ലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്?
ക്ലിയർ എ എന്ന് കൊടുത്താൽ ആ അക്യുമുലേറ്ററിലെ കണ്ടൻറ്റ് എന്താകും, ക്ലിയർ ആവും, അല്ലെങ്കിൽ ഈ രജിസ്റ്ററിലെ കണ്ടൻറ്റ് ക്ലിയർ ആവും. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഉള്ള ലോജിക്കൽ ഓപ്പറേഷൻ. ആൻഡ് ANL, ഓർ ORL, ദെൻ XOR XRL, കോംപ്ലിമെൻറ്റ് CPL ആൻഡ് ക്ലിയർ ഇസ് CLR. നെക്സ്റ്റ് നമുക്കുള്ളത് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് നോക്കാം. നെക്സ്റ്റ് ഈസ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്. റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ് 4 എണ്ണമാണ്. റൊട്ടേറ്റ് റൈറ്റ് RR, റൊട്ടേറ്റ് ലെഫ്റ്റ്, ദെൻ റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി, റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി ആൻഡ് സ്വാപ്പ്. ഈ 5 ഓപ്പറേഷൻസും 5 ഇൻസ്ട്രക്ഷൻസും എന്ന് പറഞ്ഞാൽ ഈസ് ലിമിറ്റഡ് ടു അക്യുമുലേറ്റർ. നമ്മൾ അക്യുമുലേറ്ററിൽ ഡേറ്റാനെ കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കേ, റൊട്ടേറ്റ് റൈറ്റ്. ഫസ്റ്റ് വൺ ഈസ് റൊട്ടേറ്റ് റൈറ്റ് അല്ലേ. റൊട്ടേറ്റ് റൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ഇത് LSB ആണ്, ഇത് LSB പൊസിഷനാണ്, ഇത് MSB പൊസിഷനാണ് അല്ലേ. അപ്പം ഈ വാല്യൂ MSBന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, റൈറ്റിലോട്ട് ഓരോ ഡിജിറ്റ്സ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഓരോ വാല്യൂസ്. അപ്പോൾ ഇങ്ങനെ LSBയിൽ എത്തുമ്പോഴത്തേക്കും ആ വാല്യൂ വീണ്ടും MSBയിലേക്ക് പോകും. അതാണ് റൊട്ടേറ്റ് റൈറ്റ് ഇൻസ്ട്രക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് റൊട്ടേറ്റ് ലെഫ്റ്റ്. റൊട്ടേറ്റ് ലെഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഈ LSB എന്നുള്ള വാല്യൂസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ദെൻ ഈ MSBയിലുള്ള വാല്യൂ വീണ്ടും LSBയിലോട്ട് മൂവ് ആവും. അപ്പോൾ അങ്ങനെ ഒരു റൊട്ടേറ്റ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ആവും, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലോട്ട് ഷിഫ്റ്റ് ആവും. അതാണ് റൊട്ടേറ്റ് റൈറ്റ് ആൻഡ് റൊട്ടേറ്റ് ലെഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. നെക്സ്റ്റ് ഈസ് റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി. അപ്പം ലെഫ്റ്റിലെ മൂവ്മെൻറ്റ് എന്താണ്, ത്രൂ ക്യാരി ചെയ്യുന്നതാണ് റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി അല്ലേ. അപ്പോൾ LSB ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, അതനുസരിച്ച് ഓരോ ബിറ്റ് പൊസിഷൻസ് ഇങ്ങോട്ടേക്ക് മാറും. MSB ദെൻ ക്യാരി കൂടെ കയറിയിട്ട് ഇങ്ങനെ വരും. അതാണ് റൊട്ടേറ്റ് ലെഫ്റ്റ് വിത്ത് ക്യാരി. ദെൻ റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി ആകുമ്പോഴോ ഈ MSB പൊസിഷൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും, അതനുസരിച്ച് എല്ലാ ബിറ്റും ഷിഫ്റ്റായിട്ട് LSB ക്യാരി കൂടെ കയറി ക്യാരിയും കൂടെ ഷിഫ്റ്റ് ആവുന്നതാണ് എന്ത്, റൊട്ടേറ്റ് റൈറ്റ് വിത്ത് ക്യാരി. അപ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്, റൈറ്റ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും LSB ടു MSB ആയിരിക്കും. ദെൻ റൈറ്റ് ഈസ് MSB ടു LSB. അതാണ് റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ 4 റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസുമായി. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഉള്ളത് എന്താണ്, സ്വാപ്പ്. ഈ സ്വാപ്പ് ഇൻസ്ട്രക്ഷനും എന്താണ്, അക്യുമുലേറ്ററിൽ ചെയ്യുന്ന ഒരു ഇൻസ്ട്രക്ഷനാണ്. സ്വാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സ്വാപ്പിംഗ് ഓഫ് 4 LSBs ആൻഡ് 4 MSBs ഓഫ് അക്യുമുലേറ്റർ. അതായത് നമുക്ക് അക്യുമുലേറ്ററിലെ MSBസും LSBസും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നതാണ് എന്ത്, സ്വാപ്പ് ഓപ്പറേഷൻസ്. അപ്പം നമുക്ക് ഈ സ്വാപ്പ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സ്വാപ്പ് എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷനാണ് അല്ലേ. സ്വാപ്പ് A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയിലെ കണ്ടൻറ്റ്, ആ 8 ബിറ്റ് കണ്ടൻറ്റ് എന്നുള്ളത് 4 നിബിൾ, ലോവർ 4 നിബിൾ എന്നുള്ളത് അപ്പർ 4 നിബിൾ ആവും, അപ്പർ 4 നിബിൾ എന്നുള്ളത് ലോവർ 4 നിബിളായിട്ട് മാറും. അതാണ് സ്വാപ്പ് ഇൻസ്ട്രക്ഷൻസ്. Thus swap is the interchange between the upper nibble and lower nibble of the accumulator register. അപ്പോൾ അത്രയാണ് നമ്മുടെ റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻസിനകത്ത് വരുന്നത്. നെക്സ്റ്റ് കുറച്ച് ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അതും കൂടെ നോക്കാം. ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ. ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്യാരി ഫ്ലാഗ് ഈസ് യൂസ്ഡ് ആസ് ദി ഡെസ്റ്റിനേഷൻ ഫോർ ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പം ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ക്യാരി ഫ്ലാഗ് ആയിരിക്കും. അപ്പം ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ് സെറ്റ് ബി. അപ്പോൾ സെറ്റ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഒരുമിച്ചാണ്, സെറ്റ് ബി സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ക്യാരി ഫ്ലാഗിലെ വാല്യൂ എന്ത് ചെയ്യും, സെറ്റ് ആവും.
നെക്സ്റ്റ് ഈസ് ANL C, B. അതായത് ANL C, B എന്ന് പറഞ്ഞാൽ ആൻഡ് ക്യാരി ഫ്ലാഗ് ആൻഡ് ദ അഡ്രസ്ഡ് ബിറ്റ് ആൻഡ് പുട്ട് ദി റിസൾട്ട് ഇൻ C. അപ്പോൾ ആ ഒരു ഏത് അഡ്രസ്ഡ് ബിറ്റാണ്, അപ്പോൾ ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ള പൊസിഷനിലായിരിക്കും ആ വാല്യൂ ഉള്ളത് അല്ലേ. ആ ബിറ്റും ക്യാരി ഫ്ലാഗിലെ ബിറ്റും കൂടെ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യുക, സിയിൽ സ്റ്റോർ ചെയ്യുക. അതുപോലെ ഓർ C, B എന്ന് പറഞ്ഞാൽ ഓർ ക്യാരി ഫ്ലാഗ് ആൻഡ് ദി അഡ്രസ്ഡ് ബിറ്റ് ആൻഡ് പുട്ട് ദി റിസൾട്ട് ഇൻ C. ദെൻ CPLC എന്ന് പറഞ്ഞാൽ എന്താണ്, കോംപ്ലിമെൻറ്റ് ക്യാരി ഫ്ലാഗ്. അപ്പം ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസിൽ വരുന്ന 4 എണ്ണമാണ് സെറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ആ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് സെറ്റ് ബി. ദെൻ ആൻഡിങ് ആണ് ANL C, B. അതുപോലെ ഓറാണ് ORL C, B. അതുപോലെ കോംപ്ലിമെൻറ്റ് ക്യാരിയാണ് CPLC. ഇതെല്ലാം ഡെസ്റ്റിനേഷൻ ക്യാരി ഫ്ലാഗ് ആയിട്ടുള്ള ബിറ്റ് ലെവൽ ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. നെക്സ്റ്റ് നമുക്കുള്ളത് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ്. കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആണ് ജമ്പ്, കോള്, റിട്ടേൺ, ജമ്പ് ഇഫ് ക്യാരി, ജമ്പ് ഇഫ് നോൺ സീറോ, ജമ്പ് ഇഫ് നോട്ട് ഈക്വൽ എക്സെട്ര. അപ്പോൾ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ അഡ്രസ്സിലേക്ക് എന്താണോ ആ ക്യാരി ഫ്ലാഗിൻ്റെ കണ്ടീഷൻ അതനുസരിച്ചിട്ട് നമ്മൾ ആ കൺട്രോൾ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ചിലപ്പം ക്യാരി ഫ്ലാഗിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട് ട്രാൻസ്ഫർ ഓഫ് എക്സിക്യൂഷൻ ട്രാൻസ്ഫർ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോള്, റിട്ടേൺ, ജമ്പ്, അഡ്രസ്സ് ആ സ്പെസിഫൈ ചെയ്ത അഡ്രസ്സിലേക്ക് ആ ഒരു ഡേറ്റ ട്രാൻസ്ഫർ, ഫ്ലോ ഓഫ് കൺട്രോൾ അങ്ങോട്ടേക്ക് പോകും. അതിന് എക്സാമ്പിൾസ് ആണ് ജമ്പ് അഡ്രസ്സ്. നമ്മൾ ജമ്പ് അഡ്രസ്സ് എന്ന ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ ആ അഡ്രസ്സിലോട്ട് കറണ്ട് ലൊക്കേഷനിൽ നിന്ന് ആ അഡ്രസ്സിലോട്ട് ഇൻസ്ട്രക്ഷൻസ് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി ഭാഗമായിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ കോൾ അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആ അഡ്രസ്സിലേക്ക് പോകും. അതുപോലെ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കോൾ ചെയ്ത ആ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചു വരാനാണ് റിട്ടേൺ അഡ്രസ്സ്. ദെൻ ജമ്പ് ഇഫ് ക്യാരി കണ്ടീഷൻ അല്ലെങ്കിൽ ക്യാരി ഫ്ലാഗ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്യുക. അതുപോലെ ജമ്പ് നോൺ സീറോ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്യുക. ജമ്പ് നോട്ട് ഈക്വൽ എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്യുക. അപ്പോൾ അഡ്രസ്സ് അവിടെ എല്ലാം സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് 8051 ഇൻസ്ട്രക്ഷൻ സെറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 8051 ഇൻട്രപ്റ്റ്സ് ആണ്. സോ 8051 ഇൻട്രപ്റ്റ്സ് പ്രധാനമായിട്ടും 8051 5 സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സ് ആണുള്ളത്. 5 സോഴ്സസ് ഓഫ് ഇൻട്രപ്റ്റ്സിൽ 2 എണ്ണം നമ്മൾ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ്സ് ഇൻപുട്ട്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് INT 0 ബാറും INT 1 ബാറും അല്ലേ. നമ്മുടെ പോർട്ട് 3യുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോർട്ട് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൾട്ടി ഫങ്ഷൻസ് പോർട്ട് 3യിൽ തന്നെ P3.2 P3.3 നമ്മൾ ഇൻട്രപ്റ്റ് സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കുന്ന 2 പിൻസ് അല്ലേ. INT 0 ബാറും INT 1 ബാറും. അപ്പോൾ അതാണ് നമ്മൾ ഡിവൈസിൽ തന്നെ ഉള്ള 2 ഇൻട്രപ്റ്റ് സോഴ്സസ്. ദെൻ നമുക്ക് ടൈമർ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് TF0 എന്നുള്ളൊരു ഇൻട്രപ്റ്റ് ഉണ്ട്. ടൈമർ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് TF1 എന്നുള്ളൊരു ഇൻട്രപ്റ്റ് സോഴ്സ് ഉണ്ട്. അപ്പം ഈ 2 ഇൻട്രപ്റ്റ്സും നമ്മൾ ടീകോൺ രജിസ്റ്ററിലാണ് അതിൻ്റെ ഏത് ഇൻട്രപ്റ്റാണ് ടൈമർ 0യ്ക്ക് കറസ്പോണ്ടിങ് ആണോ ടൈമർ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രപ്റ്റ് ആണോ വന്നിരിക്കുന്നതെന്ന് രജിസ്റ്ററിലാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഇൻട്രപ്റ്റ് ആണ് റിസീവ് ഇൻട്രപ്റ്റും ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റും. ഇപ്പോൾ സീരിയൽ പോർട്ടിൽ ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് വരുന്ന ഇൻട്രപ്റ്റ്സ് ആണ് റിസീവ് ഇൻട്രപ്റ്റും ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റും. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എത്ര ഇൻട്രപ്റ്റ് സോഴ്സസ് ഉണ്ടെന്നുള്ളതാണ്. 5 ഇൻട്രപ്റ്റ് സോഴ്സസ് ആണ് 8051 ഉള്ളത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രയോറിറ്റി. അപ്പം പ്രയോറിറ്റി ലെവൽ എങ്ങനെയാണ് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. 8086 ആണെങ്കിലും 8051 ആണെങ്കിലും ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 8051 ഇൻട്രപ്റ്റ് പ്രയോറിറ്റി ആണ് ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 0യ്ക്കാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഇൻട്രപ്റ്റ് 0 അല്ലെങ്കിൽ IE0യ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. സെക്കൻഡ് ഇസ് TF0. അപ്പോൾ ടൈമർ 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടീകോൺ രജിസ്റ്ററിലുള്ള
കണ്ടൻ്റ് ആണ് എന്ത് TF0. ആ TF0 എന്ന് പറഞ്ഞാൽ അതാണ് സെക്കൻഡ് പ്രയോറിറ്റി. ദെൻ തേർഡ് പ്രയോറിറ്റി ഈസ് IE1 എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് 1-നാണ് നെക്സ്റ്റ് പ്രയോറിറ്റി. എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് 1, ദെൻ ടൈമർ 1. അപ്പോൾ ടൈമർ 1-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് TF1 എന്നുള്ള TCON ബിറ്റാണ് അടുത്ത പ്രയോറിറ്റി. ദെൻ റിസീവ് ഇൻറ്ററപ്റ്റ്, ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ് അല്ലേ, സീരിയൽ പോർട്ടിലുള്ള റിസീവ് ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റ്. അപ്പോൾ അത് വേണ്ടിയിട്ടുള്ളതാണ് ലാസ്റ്റ് ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇൻറ്റു 0, സെക്കൻഡ് ടൈമർ 0, ദെൻ INT1 or into 1, then timer 1 and then serial port. സീരിയൽ പോർട്ടായ റിസീവ് ഇൻറ്ററപ്റ്റും ട്രാൻസ്മിറ്റ് ഇൻറ്ററപ്റ്റും. അപ്പോൾ ഈ ഇൻറ്ററപ്റ്റ്സ് എല്ലാം ഈ ഇനേബിൾ ചെയ്യുന്നത് നമ്മൾ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററായ ഇൻറ്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ വഴിയാണ്. അപ്പം സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററായ ഇൻറ്ററപ്റ്റ് ഇനേബിൾ രജിസ്റ്റർ വഴിയാണ് ഇൻറ്ററപ്റ്റ്സിനെ ഇനേബിൾ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രയോറിറ്റീസ് തീരുമാനിക്കുന്നത് ആരാണ്? അനദർ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററായ ഇൻറ്ററപ്റ്റ് പ്രയോറിറ്റി രജിസ്റ്ററാണ്. അപ്പോൾ ഇത്രയാണ് 8051-ൽ നമുക്ക് നോക്കിക്കൊണ്ട് പോകേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. So first question is, the 8051 microcontroller is of dash pin package as a dash processor. അപ്പോൾ അത് എത്ര പിന്നാണ്? നമുക്കറിയാം, ഇറ്റ് ഈസ് എ 40 pin IC ആസ് എ 8-bit processor. അപ്പോൾ ആൻസർ എന്താണ്? 40 pin and 8-bit processor. So next question is, the SP is of dash wide register and this may be defined anywhere in the RAM. അപ്പോൾ നമ്മൾ നോക്കിക്കുക, ഓപ്ഷൻസ് ഒന്നും നോക്കാതെ തന്നെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ദ സ്റ്റാക്ക് പോയിൻ്റർ ഈസ് ഓഫ് ഡാഷ് വൈഡ് രജിസ്റ്റർ. സ്റ്റാക്ക് പോയിൻ്റ് എത്ര ബിറ്റാണ്? 8 ബിറ്റാണ് അല്ലേ. അതുപോലെ ആൻഡ് ദിസ് മേ ബി ഡിഫൈൻഡ് എനിവെയർ ഇൻ ദി എവിടെയാണ് സ്റ്റാക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം റാമിലാണ്. നമ്മുടെ 8051-ൻ്റെ റാം സൈസ് എത്രയാണ്? 128 ബൈറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടി ചേർത്ത് നമുക്കിനി ആൻസർ നോക്കാം. എന്താണ്? ദ സ്റ്റാക്ക് പോയിൻ്റർ ഈസ് ഓഫ് 8-bit wide register and this may be defined anywhere in the 128-byte RAM. The answer is option D, 8-bit, on chip 128-byte RAM. Next question is, what is the after reset SP register is initialized to address. നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ എങ്ങോട്ടേക്കാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? 07H എന്നുള്ള വാല്യൂയിലേക്കാണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഇനിഷ്യലൈസ് ചെയ്യുന്നത് അല്ലേ. അതിനുശേഷം നമ്മൾ സ്റ്റാക്കിലേക്ക് കണ്ടൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇൻക്രിമെൻ്റ് ആയിട്ട് അവിടേക്ക് എന്ത് ചെയ്യും? ആ കണ്ടൻറ്റ് സ്റ്റോർ ചെയ്ത് വെക്കും. അതിനുശേഷം നമുക്ക് സ്റ്റാക്കിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് കൊടുത്തതിന് ശേഷം അതൊന്ന് ഡിക്രിമെൻ്റ് ആയി നിൽക്കും അല്ലേ. അപ്പോൾ അത് പുഷും പോപ്പും ഓപ്പറേഷൻസ് വെച്ച് നമുക്ക് പോസിബിൾ ആക്കാം. അപ്പോൾ നമുക്ക് ഇത് ഓർത്തിരിക്കുക, ആഫ്റ്റർ റീസെറ്റ്, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ റീസെറ്റ് SP രജിസ്റ്റർ ഈസ് ഇനിഷ്യലൈസ്ഡ് ടു അഡ്രസ് 07H. Next question is, what is the address range of special function register bank? അപ്പോൾ നമ്മൾ അതും ഡിസ്കസ് ചെയ്തിരുന്നു. സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ബാങ്കിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 80 തൊട്ട് FF വരെയാണ്. അപ്പോൾ ആകെയുള്ള 128 ബൈറ്റ് ഇൻറ്റേർണൽ റാമിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു രജിസ്റ്റർ ബാങ്ക്സ് ആയിട്ട് 00 തൊട്ട് 0F വരെ, റിമൈനിങ് 1F തൊട്ട് 2F വരെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയും, അതുപോലെ തന്നെ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റർ ബാങ്കിന് വേണ്ടിയിട്ടുള്ള ഏരിയയാണ് 80H തൊട്ട് FFH. അപ്പോൾ 80H തൊട്ട് FFH. അതുപോലെ തന്നെ ഈ ഓരോ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിനും കറസ്പോണ്ടിങ് ബിറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ളതും ബൈറ്റ് അഡ്രസ്സബിൾ ആയിട്ടുള്ളതും ഉണ്ടല്ലോ. അപ്പോൾ അതിന് തന്നെ ഈ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിന് ഓരോന്നിനും ഓരോ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ നോക്കിയാൽ നമുക്കത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക, സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 80 ആണ്, എൻഡിങ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ FFH ആണ്. Next question is,
which pin of port 3 has an alternative function as write control signal for external data memory. അപ്പോൾ റൈറ്റ് കൺട്രോൾ സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി എന്നുള്ള ഓൾട്ടർനേറ്റ് ഫങ്ഷൻ ചെയ്യുന്ന പോർട്ട് 3-ലെ പിൻ ഏതാണ്? അപ്പം പോർട്ട് 3ക്ക് നമുക്കറിയാം പോർട്ട് 3.0, 3.1, 3.2, 3.3, 3.4, 3.5, 3.6, 3.7 ഈ 8 പിൻസിനും പ്രത്യേകമായിട്ട് വേറൊരു ഫങ്ഷനും കൂടെ ഉണ്ട് അല്ലേ? ആ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൽ റൈറ്റ് കൺട്രോൾ സിഗ്നൽ ഫോർ എക്സ്റ്റേണൽ ഡേറ്റ മെമ്മറി ചെയ്യുന്നത് ആരാണ്? പോർട്ട് 3.6 ആണ് അല്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, പോർട്ട് 3.6. പോർട്ട് 3.7 ആണെന്ത്? റീഡ് കൺട്രോൾ അല്ലേ? റൈറ്റ് റീഡാണ് ലാസ്റ്റ് രണ്ടെണ്ണം, 3.6ഉം 3.7. അപ്പോൾ ആ ഒരു ടേബിൾ അത് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഒന്നും കൂടെ ഞാൻ പറയാം. 3.0യും 3.0 എന്ന് പറഞ്ഞാൽ റിസീവ് ഡേറ്റ, 3.1 ട്രാൻസ്മിറ്റ് ഡേറ്റ, 3.2 ഇൻറ്റ് 0, 3.3 ഇൻറ്റ് 1 ഇല്ലേ? ഇൻട്രപ്റ്റ് 0യും ഇൻട്രപ്റ്റ് 1ഉം. ദെൻ T0 T1, ടൈമർ 0 ടൈമർ 1, ദെൻ റൈറ്റ് റീഡ്. സോ അത്രയാണ് അതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ റൈറ്റ് വരുന്നത് 6-ലാണ്. സോ പോർട്ട് 3.6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഈസ് ദി അഡ്രസ് of the for the special function register for TCON, SCON, SBUF, PCON and PSW. അപ്പോൾ അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ആ അഡ്രസ്സ് എല്ലാം നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഒന്ന് നോക്കാം. അപ്പോൾ TCONൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 88H ആണ്. അപ്പോൾ 00 തൊട്ടിട്ട് 80 തൊട്ടിട്ട് FF വരെയാണ്. അതിൽ 88 എന്നുള്ളത് TCON ആണ്. ഓപ്ഷൻ എ ആണ്. TCON ഇസ് 88H. ദെൻ SCON ഇസ് 98H. SCON 98H ആണ്. TCON 88, SCON 98H. ദെൻ SBUF എന്ന് പറഞ്ഞാൽ 99H ആണ്. SBUF എന്നുള്ള സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്ററിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 99H ആണ്. ദെൻ PCON എന്ന് പറയുമ്പോഴത്തേക്കും 87H ആണ്. PCON is 87H. PCON is 87H. PCON is 87H. And last one is PSW. PSWയുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിൻ്റെത് 0D0H ആണ്. സോ 0D0H. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അത് നമ്മുടെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് ആകുമ്പോൾ ഫ്ലാഗിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ രജിസ്റ്റർ വേണമെങ്കിൽ ഒന്ന് ഓർത്തിരിക്കാം, 0D0. അപ്പോൾ ഇത്രയാണ് ആ ഓരോ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനും കറസ്പോണ്ടിങ് അഡ്രസ്സ്. അങ്ങനെ എല്ലാ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററിനും അഡ്രസ്സ് ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് മാച്ച് ദ ഫോളോയിങ്: TCON, SBUF, TMOD, PSW, PCON. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. TCON എന്ന് പറഞ്ഞാൽ ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ ആണ്. അത് നമുക്കറിയാം, ടൈമർ കൗണ്ടർ കൺട്രോൾ രജിസ്റ്റർ ആണ്. SBUF എന്ന് പറഞ്ഞാൽ സീരിയൽ ഡേറ്റ ട്രാൻസ്ഫർ ഇല്ലേ, സീരിയൽ ഡേറ്റ ബഫർ ഫോർ ട്രാൻസ്മിറ്റ് ബാർ റിസീവർ. ദെൻ 3 is 5, ദാറ്റ് ഇസ് TMOD is ടൈമർ കൗണ്ടർ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. TMOD എന്ന് പറയുമ്പോൾ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ. ദെൻ ഫോർത്ത് വൺ ഇസ് PSW. PSW എന്താണ്? കണ്ടെയ്ൻ സ്റ്റാറ്റസ് ഇൻഫർമേഷൻ അല്ലേ, ഫ്ലാഗിൻ്റെ ഇൻഫർമേഷൻ. ദെൻ ഫിഫ്ത്ത് വൺ എന്ന് പറഞ്ഞാൽ PCON ആണ്. PCON ഇസ് ഐഡിൽ ബിറ്റ്, പവർ ഡൗൺ ബിറ്റ് അല്ലേ. ഐഡിൽ മോഡിലും പവർ ഡൗൺ മോഡിലും വർക്ക് ചെയ്യിക്കുന്നതാണ് PCON. അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുപോലെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓഫ് ബിറ്റ് ഓപ്പറേഷൻസ്? അപ്പം ബിറ്റ് ഓപ്പറേഷൻസ് അതായത് ബിറ്റ് അഡ്രസ്സിബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്, 2 and 5. 2, 5 എന്ന് പറഞ്ഞാൽ പോർട്ട് 2ഉം ദെൻ IP ഇത് രണ്ടും എന്താണ്? ബിറ്റ് അഡ്രസ്സിബിൾ ആണ്. ബാക്കി തന്നിരിക്കുന്ന SP, TMOD, SBUF എല്ലാം എന്താണ്? ബൈറ്റ് അഡ്രസ്സിബിൾ ആണ്. അപ്പോൾ ഓപ്ഷൻസ്
ബിറ്റ് അഡ്രസ്സിബിൾ, ബൈറ്റ് അഡ്രസ്സിബിൾ. അപ്പോൾ ആ ബിറ്റ് അഡ്രസ്സിബിൾ ആയിട്ടുള്ളതും ബൈറ്റ് അഡ്രസ്സിബിൾ ആയിട്ടുള്ളതും നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. അതൊന്നും കൂടെ ഞാൻ പറയാം. ബിറ്റ് അഡ്രസ്സിബിൾ ആണ് എ, ബി, PSW, then P0, P1, P2, P3, IP, IE, TCON, SCON. ഇത്രയാണ് ബിറ്റ് അഡ്രസ്സിബിൾ. എ, ബി, PSW, P0, P1, P2, P3, then IP, IE, TCON, SCON. then ബൈറ്റ് അഡ്രസ്സിബിൾ ഏതൊക്കെയാണ്? DPTR, TMOD, TH0, TH1, TL0, TL1, SBUF, PCON. അപ്പം അത്രയും ഒന്ന് ക്ലിയർ ആക്കി വെക്കുക. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് സീരിയൽ പോർട്ട് ഇൻട്രപ്റ്റ് ഈസ് ജനറേറ്റഡ് ഇഫ്. ഇപ്പോൾ സീരിയൽ പോർട്ട് ഇൻട്രപ്റ്റ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരുന്നു. ഇൻട്രപ്റ്റ്, സീരിയൽ പോർട്ട് ഇൻട്രപ്റ്റ് ഏതാണ്? റിസീവ് ഇൻട്രപ്റ്റ്, ട്രാൻസ്മിറ്റ് ഇൻട്രപ്റ്റ്. സോ RI and TI. Next, last question is, in 8051, which interrupt has the highest priority? Highest priority ഏതാണ്? External interrupt 0-ക്കാണ് highest priority or IE 0. അപ്പം ഇത്രയാണ് നമ്മൾ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ള സെറ്റ് ഓഫ് പോർഷൻസ്. നമ്മൾ എല്ലാ പോർഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മാക്സിമം MCQസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. All the best for the exams. Thank you for watching.